എന്റെ റൂഹിനെ ഞാൻ ബഗ്ദാദിൽ നിന്ന് ഞാൻ എന്റെ റൂഹിനെ മദീനയിലേക്ക് അയക്കാറുണ്ടെന്ന് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ നബിയെ നിങ്ങളെ കാണാൻ വന്നു, എന്നും അങ്ങനെ കാണാൻ വരാൻ കഴിയില്ലല്ലോ. ഇന്ന് ആ കൈ ഇങ്ങോട്ട് നീട്ടിത്തരണം, എന്റെ ചുണ്ട കൈകളിൽ വെക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന് തന്റെ രണ്ട് കൈയും നീട്ടിക്കൊടുത്തു എന്നാണ് ചരിത്രം. മുഹമ്മദ് നബിയുടെ നാവിന് 13 കൊല്ലാണ് ഖുർആൻ കേട്ടത്. ആര്? റസൂലുള്ളാഹിന്റെ അയൽക്കാരനാ, ഹബീബായ നബിയുടെ അയൽക്കാരനാ. ആര്? അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. നന്നായില്ല എന്നാ ചെയ്ത, അന്ന് ഉറപ്പല്ലേ, നന്നായിട്ടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കും. അല്ലാഹു നമുക്ക് തരട്ടെ. അവർക്ക് പറ അല്ലാഹു ഹിദായത്ത് നമുക്ക് തരട്ടെ. ബൽഖയിലെ രാജാവ് നന്നായില്ലേ? നന്നായില്ലേ? അടി കിട്ടിയപ്പോ പിന്നെ അടിച്ചു തെളിക്കാരിയായ പെണ്ണ് മുറിയിൽ വന്നു. അടിച്ചു തെളിക്കുന്നതിന്റെ ഇടയില് രാജാവിന്റെ പട്ടുമെത്ത കണ്ടപ്പോഴൊന്ന് കിടന്നുപോയി. രാജാവ് പുറത്തു പോയതായിരുന്നു. പെട്ടെന്ന് രാജാവ് മുറിയിലേക്ക് കയറി വന്നു. ചാട്ടവാറ് കയ്യിലുണ്ട്. പെണ്ണ് അടിച്ചു തെളിക്കാരി പെണ്ണ് രാജാവിന്റെ രാജകട്ടിലിൽ കിടക്കുക. അടി കൊടുത്തു. പെണ്ണ് എണീറ്റിട്ട് പോട്ടി അങ്ങോട്ട് കരഞ്ഞു, വല്ലാത്ത കരച്ചിൽ. ഇതിന് മാത്രമൊന്നും ഞാൻ അടിച്ചിട്ടില്ലല്ലോ എന്നായി രാജാവ്. അപ്പോൾ പെണ്ണ് പറഞ്ഞു, ഒന്നുമല്ല, വളരെ കുറഞ്ഞ നേരം മാത്രമേ ഞാനിവിടെ കിടന്നിട്ടുള്ളൂ. ഈ ഒരു കിടത്തത്തിന് തന്നെ ഇങ്ങനെ ഈ ചാട്ടവാറ് കൊണ്ട് 2 അടി കിട്ടുകയാണെങ്കിൽ എന്നും ഇവിടെ കിടക്കണം എന്റെ രാജാവിനെ എത്ര അടി കിട്ടുമെന്ന് ആലോചിച്ച് കരഞ്ഞു. ഏതാണ് എന്റെ കാര്യത്തിൽ കരഞ്ഞല്ല, രാജാവിന്റെ തല കൊണ്ട് നന്നായി. ആ രാജാവാണ് ലോകം കണ്ട സൂഫി ഇബ്രാഹിം അദ്ദേഹം. ബാണ്ടക്കെട്ട് തലയിലേറ്റിയിട്ട് പിന്നെ ബൽഹ വിട്ടു, എല്ലാം വിട്ടു ഓടുകയാ. ഒരു സംഭവം യഹ്യ പറയുന്നുണ്ട്. രാജാവ് എന്ത് ചെയ്ത് ഒരിക്കല് ബാണ്ടക്കെട്ട് തലയിൽ വെച്ച് ഇങ്ങനെ ഓടുന്നത് ഒരാൾ കണ്ടു, ഒരു കർഷകൻ. ആ ഓടുമ്പോ പഴയ രാജാവാ. ഓടിച്ചെന്ന് എവിടുക്കാ പോണതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ ഹജ്ജിന് പോവാണ്. അപ്പോൾ പറഞ്ഞു മർക്കബിൻ, വാഹനല്ലാതെയാണോ ഹജ്ജിന് പോണെന്ന് ചോദിച്ചു. അപ്പോൾ മർക്കബി, വാഹനം ഉണ്ടല്ലോ. ആര് പറഞ്ഞു വാഹനമില്ല? പിന്നെ എവിടെയെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു വാഹനം ഞാൻ കാണില്ലല്ലോ എന്ന് പറഞ്ഞു കർഷകൻ. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ വാഹനം ഞാൻ സംഘടിപ്പിച്ചപ്പോഴും നീ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കയറുമ്പോൾ കാണാത്തത്. മർക്കബി ദുനൂബി, എന്റെ വാഹനം എന്റെ ദോഷങ്ങളാണ് എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടാക്കിയപ്പോൾ നീ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിന് പുറത്ത് കയറിയാലും നീ കാണൂല. ആ ദോഷം എന്ന വാഹനം ഉള്ളതുകൊണ്ടാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ഹജ്ജിനെത്താൻ കഴിയുന്നത് എന്ന് പറഞ്ഞു. ആ ദോഷത്തെക്കുറിച്ച് ബോധം ഉണ്ടാവുമ്പോൾ എനിക്ക് കൂടുതൽ കഅബയിലേക്ക് ഓടാൻ കഴിയാണ് എന്ന് പറഞ്ഞു. ആര്? ബൽഖയിലെ ചക്രവർത്തി ഇബ്രാഹിം അദ്ദേഹം. നന്നായിട്ട് ഏറി എന്ന് തോന്നുന്ന മനുഷ്യന്മാരന്ന് നമ്മൾ ചിന്തിക്കണം. നന്നായിട്ട് ഏറിയെന്നാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത്. മനുഷ്യന്മാർക്ക് ഒരു സെക്കൻഡ് കൊണ്ട് നന്നായി പോകും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചരിത്രമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചിന്തിക്കുക, ഈമാനിന് തലേക്കട് കയറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി നോക്കൂ, ഇനി നമ്മളെ സമയം തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ സംഭവത്തിന് നമ്മൾ ഇന്ത്യക്കാരെ സമയം തെളിയണ സംഭവം ഈ സംഭവം. അടുത്ത് വാണ് ഖബറിൽ നിന്ന് എന്നെ റസൂലുള്ള വിളിച്ചു. ഞാൻ ഖബറിന്റെ അടുത്തേക്ക് പരമാവധി അങ്ങോട്ട് ചെന്നു. ഞാൻ നിന്റെ തലയിലേക്ക് ഹിന്ദുസ്ഥാന്റെ അധികാരത്തിന്റെ കിരീടം വെച്ച് തരികയാണ് എന്ന് പറഞ്ഞു. ഇതാണ് സലീം ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞു. നീ വിചാരിച്ചത് നീയാണ് ഇന്ത്യയിലെ ഭരണാധികാരി? നീയല്ല, ഇന്ത്യയിലെ ഭരണാധികാരി ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു. റസൂലുള്ള കിരീടം വെച്ചു കൊടുത്തതാ. ഇന്ത്യയിലെ കിരീടം ഞാൻ നിന്റെ പേരിൽ വെക്കുന്നു. അന്ന് മുതൽ പുതിയ ഒരു പേര് കിട്ടിയതാണ്. എന്ത്? സുൽത്താനുൽ ഹിന്ദ്. അന്ന് മുതൽ പേര് കിട്ടിയതാണ് സുൽത്താനുൽ ഹിന്ദ്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു. അന്ന് പുതിയ പേര് കിട്ടി. നേരെ അങ്ങനെ അലാ ഫവളഇന്നി വളഅതു അലാ റഅസിക താജ വിലായത്തി ഹിന്ദുസ്ഥാൻ ഫർഹബ ഇലൈഹി വജഅലിൽ അമീറ അജ്മീറ മസ്കനക മിൻ ബൈനിൽ ബുൽദാൻ വസതുദഫനു ഫീ ويتبرك بك الإخوان على ممر الأزمان اللهم اجعلنا منهم.
അവിടെ പോയി താമസിക്കുക. അവിടെയാണ് ഇനി നീ താമസിക്കേണ്ടത്. അവിടെയാണ് നിന്നെ മറമാടപ്പെടുക എന്നും പറഞ്ഞു. കാലങ്ങൾക്കനുസരിച്ച് മനുഷ്യന്മാർ കൂടുതൽ മുസ്ലിമീങ്ങൾ വന്ന് നിന്നിൽ ബർക്കത്തെടുക്കും. അതിന്റെ സൗകര്യങ്ങൾ ഓരോ കാലഘട്ടത്തിലും തുറന്നു കിട്ടുന്നു പറഞ്ഞു. എന്ന് റൗളയിൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹി എനിക്ക് അത്ഭുതമായി, ഞാൻ പേടിച്ചുപോയി, ഞാൻ പരിഭ്രാന്തനായി. അജ്മീരി, എനിക്ക് അജ്മീർ എവിടെയാണ് എന്ന് എനിക്കറിയൂലല്ലോ, ഇതെന്ത് പണിയാണ് എന്നെ ഏൽപ്പിച്ചത് എന്ന് കരുതി ഞാൻ അത്ഭുതപ്പെട്ടു, പരിഭ്രാന്തനായി. ഞാൻ നബിയെ ഒന്നുകൂടെ നബി വരാതിരിക്കില്ല, നബിയെ ഒന്നുകൂടെ എന്നോട് പറയാതിരിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്നിട്ട് എനിക്കൊരു റുമാൻ പഴം തന്നു. ആ റുമാൻ ശ്രദ്ധിച്ചോ, ആ റുമാൻ മതി നിനക്ക് എന്ന് പറഞ്ഞു. ഞാൻ സ്വപ്നം കണ്ടുണർന്നപ്പോൾ റുമാൻ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് റസൂലുള്ളാഹി നേരിട്ട് കൈ കൊടുക്കുന്ന സംഭവം. ഞാൻ ഇന്നലെ നിങ്ങളോടാണ് പറഞ്ഞു തോന്നുന്നു, പറഞ്ഞിട്ടില്ല ഒരു സംഭവം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളോടല്ലേ പറഞ്ഞത്, മരിക്കുന്ന നേരത്തെ വെള്ളം കൊടുത്തല്ലോ ആര്? ഹബീബായ റസൂലുള്ളാഹി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മരിക്കുന്ന നേരത്തെ വെള്ളം കൊടുത്തിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയുണ്ട്? നമ്മളെ ബുദ്ധിക്കും ആ കാര്യത്തിനൊന്നും യോജിക്കില്ല, പക്ഷെ ഉണ്ട്. അൽ ബിദായത്ത് വന്നിഹായിൽ ഈ താരീഖ് വളരെ സ്വഹീഹാണെന്ന് ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രികയിൽ ഒരിക്കൽ മുഹമ്മദ് കുട്ടശ്ശേരി എന്ന ലേഖകൻ, ഇത് വളരെ സത്യമായ സംഭവമാണെന്ന് ഒരിക്കൽ ചന്ദ്രികയിൽ ലേഖനം എഴുതിയതും ആ ചന്ദ്രികയിലെ ലേഖനം ഞാൻ വായിച്ചതും ഓർക്കുന്നു. പി മുഹമ്മദ് കുട്ടശ്ശേരി ചന്ദ്രികയിൽ ഈ സംഭവം സഹിയാണെന്ന് ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി വഫാത്ത് കഴിഞ്ഞ് സിദ്ദീഖിന്റെ ഖിലാഫത്ത് കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഖിലാഫത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അവസാന സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട് വളയുന്നത്. നോമ്പുകാരനായിരുന്നു. ഭാര്യ ഉമ്മുനായിലയെ വെള്ളത്തിന് വേണ്ടി പറഞ്ഞയച്ചു. വെള്ളം വരാൻ നേരം വൈകി, നോമ്പ് തുറക്കാനുള്ള നേരമായി. വെള്ളം കുടിച്ചോ, ഞാനിതാ വെള്ളം ഇറക്കി തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി വരയുടെ മുകൾ ഭാഗത്തിലൂടെ റസൂലുള്ളാഹി നേരെ എന്നെ പാളി നോക്കിയിട്ട് പാത്രം അങ്ങോട്ട് ഇറക്കി തന്നു. എന്നിട്ട് ഹബീബായ നബി ഇറക്കി തന്ന ആ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം കുടിച്ചു എന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഭാര്യ ഉമ്മിനയിലയോട് പറയുന്ന സംഭവം ഹാഫിദ് ഇബ്നു കസീർ സ്വഹീഹായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ വേറെ ചില സംഭവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു നബാത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹു നബാത്തി ഖുത്ബയുണ്ടായ അദ്ദേഹം, ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഖുത്ബകൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. ഒരിക്കൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഇഫ്തഹഫാക, സ്വപ്നത്തിൽ നിന്റെ വായ തുറക്കെന്ന് പറഞ്ഞു. ഫഫതഹഫാഹു, വായ തുറന്നു കൊടുത്തപ്പോൾ ഫബസഖ ഇലാ ഫമിഹി, വായിലേക്ക് റസൂലുള്ളാഹി തുപ്പി കൊടുത്തു. ഫലമ്മസ്തഖല, ഉണർന്നു നോക്കുമ്പോൾ ഫാഹത്വ ഫമിഹി, കസ്തൂരി വാസനിക്കാൻ തുടങ്ങി. പിന്നെ 18 ദിവസമാണ് ബഹുമാനപ്പെട്ടവർ ജീവിച്ചത്. വലം യതഅം വലം യശ്റബ് തിൽക്കൽ അയ്യാം, ആ ദിവസങ്ങളിൽ ഭക്ഷണമോ വെള്ളമോ ഉണ്ടായിരുന്നില്ല. ഫകാന ആഖിറു തുആമിഹി വശറാബിഹി റീഖൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാമി, റസൂലുള്ളാഹി സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഭക്ഷണം എന്ന് ഇബ്നു തൈമിയുടെ ശിഷ്യനായ ഹാഫിദ് ഇബ്നു കസീർ ഈ സംഭവം സ്വഹീഹാണെന്ന് അൽ ബിദായത്ത് വന്നിഹായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ ഞാൻ നീട്ടി പറഞ്ഞില്ല. ചുരുക്കത്തിൽ ഞാൻ എന്തിനായിട്ടൊക്കെ പറഞ്ഞറിയോ, റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്ന് റുമാൻ പറയാൻ തരികയോ, അത് ഒരിക്കൽ മാത്രമല്ല, ഒരുപാട് സംഭവങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു സ്വർഗീയമായ റുമാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തന്നു. എന്നിട്ട് അറാനി മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, അതിന്റെ മുകളിൽ നോക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ വഅശാറ ഇലാ ജബലി അജ്മീർ, അജ്മീറിലെ പർവ്വതത്തിലേക്ക് റസൂലുള്ളാഹി എനിക്ക് സ്വപ്നത്തിൽ ചൂണ്ടിക്കാണിച്ചു. എനിക്ക് ചെന്നെത്താനുള്ള സ്ഥലം, ആ ഏരിയ മുഴുവൻ റസൂലുള്ളാഹി റുമാൻ പഴത്തിന്റെ പുറത്ത് ഒരു ഭൂഗോളം തന്നെ എനിക്ക് കാണിച്ചെന്നു. ആ ഭൂഗോളത്തിൽ അജ്മീറിന്റെ സ്ഥാനം റസൂലുള്ളാഹി എനിക്ക് ചൂണ്ടിക്കാണിച്ചെന്നു എന്ന് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളെ ചിന്തിക്കണം.
അങ്ങനെ ബഹുമാനപ്പെട്ടത് വളരെ വലിയ സംഭവമാണ്. അതിനുശേഷം അതിനിടയിലാണ് ബഹുമാനപ്പെട്ടവര് മഹാനായ ഗൗസുൽ ആലമിനെ ഇടയിൽ ഒന്നുകൂടെ കണ്ടിട്ടുണ്ട്. അതോടുകൂടെ പിന്നെ പുറപ്പെടുകയാണ്, പിന്നെ പോവുക. അതിനിടയിൽ ബഹുമാനപ്പെട്ടവർ ശൈഖ് ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഒരു ഗുഹയിൽ 57 ദിവസം താമസിച്ചതായി താരീഖിൽ ചില ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ചില വളരെ രഹസ്യമായ ചില വിജ്ഞാനങ്ങൾ നൽകി. പിന്നെ മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട